ജഡ്ജിൻ്റെ ഡിസ്ക്രിഷണറി പവറാണ്. ഇപ്പോൾ MLA പറഞ്ഞല്ലോ ഗവൺമെൻറ്റിൻ്റെ ഇൻറ്റൻഷൻ അറിയിച്ചു എന്ന്. ഗവൺമെൻറ്റിൻ്റെ ഇൻറ്റൻഷൻ അറിയിക്കുവാനുള്ള നിയമമില്ല. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കോടതിയോട് പറയാം, ഞാൻ ഈ CD പരിശോധിച്ചു, ഈ കേസ് നിലനിൽക്കുന്നതല്ല എന്ന് കോടതിയോട് പറഞ്ഞ് മജിസ്ട്രേറ്റല്ല ജില്ലാ ജഡ്ജിയെ കൺവിൻസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ജഡ്ജി എല്ലാ രേഖകളും പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് പിൻവലിക്കാൻ ഉത്തരവിട്ടത്. അതിൽ ABVPക്കാർ പ്രതിയല്ല, അതിൽ പ്രതിയായ നിരപരാധികളാണ്. പിന്നെ ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. താങ്കൾ ചോദിച്ചു അവിടെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാത്തത് എന്തുകൊണ്ടാണെന്ന്. അവിടെ സംഘടനാ പ്രവർത്തനം ABVPയുടെ സംഘടനാ പ്രവർത്തനമുണ്ട്. SFIയുടെ സംഘടനാ പ്രവർത്തനം നടത്തേണ്ടത് ഞങ്ങളുടെ ജോലിയല്ല. SFIക്കാരോ നോമിനേഷൻ കൊടുക്കട്ടെ. ഞാൻ അവിടെ 90-92 കാലഘട്ടങ്ങളിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ അവിടെ SFIയുടെ അക്രമം നിമിത്തം സഹികെട്ട വിദ്യാർത്ഥികൾ ആ തെരഞ്ഞെടുപ്പിൽ SFI അവിടെ നിന്ന് തൂത്തെറിഞ്ഞു. അതിനുശേഷം SFIക്ക് പ്രവർത്തിക്കാൻ അവിടെ ആളിനെ കിട്ടുന്നില്ല. SFI പ്രവർത്തിക്കട്ടെ, AISF പ്രവർത്തിക്കട്ടെ. അവരുടെ യൂണിറ്റ് ഉണ്ടായി കൊടുക്കേണ്ട ജോലി ഞങ്ങളുടേതല്ലോ. അവരുടെ കഴിവുകേടിന് ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ നിന്നും SFIയെ തൂത്തെറിഞ്ഞ് അങ്ങനെ ധനുവച്ചോരം കോളേജ്, MG കോളേജ് പോലുള്ള കോളേജുകളിൽ നിന്നും തൂത്തെറിയുന്നതിന് ഞങ്ങളുടെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. ഈ കേസുകൾ ഞാൻ പറയാമല്ലോ, ഞാൻ പ്രതിയായിട്ടുള്ള കേസ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ പിൻവലിച്ചിട്ടുണ്ടല്ലോ. 307 കേസ് ഉണ്ടായിരുന്നല്ലോ, പിൻവലിച്ചിട്ടുണ്ടല്ലോ. പോലീസിന് നേരെ ഞങ്ങൾ വധശ്രമം നടത്തി എന്ന് പറഞ്ഞിട്ടുള്ള കേസ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പിൻവലിച്ചിട്ടുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പിൻവലിച്ചിട്ടുണ്ട്. ശ്രീ EK നായനാരും K കരുണാകരനും AK ആന്റണി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കേസുകൾ പിൻവലിച്ചിട്ടുണ്ട്. സിന്ധു ജോയ് പോലീസിന് നേരെ പടക്കമെറിഞ്ഞു എന്ന് പറഞ്ഞ് സിന്ധുവിൻ്റെ കാല് കുറേ കാലം സുഖമില്ലാതെ വടിയും ഊന്നി നടന്നല്ലോ. ആ കേസ് ട്രയൽ നടന്നാണോ വിട്ടത്? ആ കേസ് പിൻവലിച്ചിട്ടുണ്ട്. ശ്രീ പിണറായി വിജയനും അച്യുതാനന്ദനും പങ്കെടുത്തിട്ടുള്ള കേസുകൾ പിൻവലിച്ചിട്ടുണ്ട്. കേരളത്തിൽ ആയിരക്കണക്കിന് കേസുകൾ എല്ലാ ഗവൺമെന്റും പിൻവലിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു കേസ് പിൻവലിക്കുമ്പോൾ മാത്രം ഒരു കാര്യം ചെയ്യുക, നാളെ മീഡിയയോട് ചർച്ച വയ്ക്കുക. ഇത്രയും കാലം കേരളത്തിൽ പിൻവലിച്ചിട്ടുള്ള കേസുകളും അതിൻ്റെ സെക്ഷനുകളും അതിൽ ഉൾപ്പെട്ട പാർട്ടികളും ആരാണെന്ന് നമുക്ക് തുറന്ന ചർച്ച നടത്താം. ഞാനും രേഖകളുമായിട്ട് വരാം, ബഹുമാനപ്പെട്ട MLA രേഖകളായിട്ട് വരണം. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞത് 25,000 കേസുകൾ, അതും എല്ലാം ഗ്രേവ് ഒഫൻസ്, എല്ലാം 307, 308 എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ടുള്ള PDPP ആക്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയും സഹസംഘടനകളും പ്രതികളായിട്ടുള്ള കേസുകൾ. ഇവിടെ രാജേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ രാഷ്ട്രീയ കക്ഷികളുടെ പ്രവർത്തകർ പ്രതികളായി വരുന്ന കേസുകൾ ഇത്തരത്തിലുള്ള ക്രിമിനൽ ഒഫൻസുകളാണ്, വളരെ ഗുരുതരമായ കുറ്റങ്ങളാണ്. പക്ഷേ എന്നിട്ടും മുന്നണി ഭേദമന്യേ പാർട്ടി ഭേദമന്യേ ഇത്തരം കേസുകൾ പിൻവലിക്കാറുണ്ട് എന്ന് പറയുന്നു. പക്ഷേ MG കോളേജ് സംഭവത്തിൽ മനോജ് എബ്രഹാം, അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ മനോജ് എബ്രഹാം, അതുപോലെ മ്യൂസിയം CI മോഹനൻ നായർ എന്നിവർക്ക് മോഹനൻ നായർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും മനോജ് എബ്രഹാമിനെ നേർക്കുനേരെ ആക്രമിക്കാനുള്ള ശ്രമം നടക്കുകയും ചെയ്യുന്നു. ഒരു ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പടക്കമെന്നാണ് VV രാജേഷ് ഇവിടെ പ്രയോഗിച്ച പദം. പക്ഷേ അത് ബോംബാണെന്നാണ് പ്രിൻസിപ്പൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത്. പ്രിൻസിപ്പൽ കോടതിയിൽ പറയുന്ന റിപ്പോർട്ടിലും അത് ബോംബാണ് എന്നാണ് പറയുന്നത്. ശിവൻകുട്ടി MLA പറയുന്നു അവിടെ സ്ഫോടക വസ്തു നിർമ്മാണം നടക്കുന്നുണ്ടെന്ന്. ഇത്തരത്തിലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളെ ഒരു പൊളിറ്റിക്കൽ സമരത്തിൻ്റെ ഭാഗമായി, രാഷ്ട്രീയ സമരത്തിൻ്റെ ഭാഗമായി പിൻവലിക്കാവുന്നതാണോ? തീർച്ചയായിട്ടും അല്ല എന്നുള്ളതാണ് ഇപ്പോൾ കോടതികൾ കണ്ടെത്തിയിരിക്കുന്ന വിവരം. ഇപ്പോൾ 3 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൊതുമുതൽ നശീകരണവുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് നമ്മുടെ കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ശങ്കരൻ്റേതായിട്ടൊരു വിധി വന്നു. ആ വിധിയിൽ പറഞ്ഞിട്ടുള്ളത് പൊതുമുതൽ നശിപ്പിക്കുന്നത് ആരാണോ, ആ രാഷ്ട്രീയ സംഘടനയാണെങ്കിലും പ്രവർത്തകരാണെങ്കിലും അവരിൽ നിന്നും നഷ്ടം ഈടാക്കിയതിന് ശേഷം മാത്രമേ, നഷ്ടത്തിന് തുല്യമായ തുക കോടതിയിൽ കെട്ടിവെച്ചാൽ മാത്രമേ ജാമ്യം കൊടുക്കാവൂ എന്ന നിലയ്ക്ക് ഒരു ഉത്തരവ് പാസ്സായി. ആ ഉത്തരവിലെ അപ്രകാരം ഒരു ഉത്തരവ് പാസ്സാക്കാമോ, അത് ജാമ്യ വ്യവസ്ഥകൾ അങ്ങനെ ഏർപ്പെടുത്താമോ എന്നുള്ള കാര്യം ഒരു വിശാലമായിട്ടുള്ള ഒരു ക്യാൻവാസിൽ ചർച്ച ചെയ്യേണ്ട. പക്ഷേ അത്തരം ഒരു നിബന്ധന വന്നതിന് ശേഷം കേരളത്തിൽ പൊതുമുതൽ നശീകരണവുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ് അനൗദ്യോഗികമായിട്ട് നടത്തിയ ഒരു പഠനത്തിൽ നിന്നും അഭിഭാഷകനായിട്ടുള്ള എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ നിയമവ്യവസ്ഥയോടുള്ള ബഹുമാനം കുറഞ്ഞു വരുന്ന ഒരു സമൂഹം പഴയ കാലത്തുണ്ടായിരുന്നു. ബഹുമാനക്കുറവുകൊണ്ട് മാത്രമല്ല, തങ്ങളുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ സംഘടനയോടുള്ള വിധേയത്വവും സ്നേഹവും ബഹുമാനവും കാരണം ആ ഒരു അമിതമായിട്ടുള്ള സ്നേഹപ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ പൊതുമുതൽ നശിപ്പിക്കുന്നുണ്ടാവും. വൈകാരികമായിട്ടുള്ള ഇത്തരം പ്രതികരണങ്ങളിൽ നഷ്ടം സംഭവിക്കുന്നത് ഈ എറിയുന്നവനും കൊള്ളുന്നവനും ഇതിന് കേസ് ചാർജ് ചെയ്യുന്നവരും ഇതിൻ്റെ നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്ന ജഡ്ജിയും അടങ്ങുന്ന പൊതുസമൂഹത്തിനാണെന്നുള്ളൊരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നുള്ളത് സമൂഹത്തെ കൊണ്ടുവരാനാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള ഈ കേരളത്തിലെ ജുഡീഷ്യറിക്ക് കഴിഞ്ഞിട്ടുള്ളതെന്നുള്ളതാണ് വസ്തുതകൾ. നിയമരംഗത്ത് നിന്നുള്ള വിധികൾ പരിശോധിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
കോടതിയുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പൊതുമുതൽ നശീകരണവുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസുകൾ കുറഞ്ഞത് എന്നതുപോലെ തന്നെയാണ് കോടതി സമീപകാലത്ത് ഈ CRPC 321 വകുപ്പ് രാഷ്ട്രീയ രംഗത്തുള്ള ആൾ ഭരണത്തിൻ്റെ സൗകര്യം നോക്കി പ്രീഡനത്തിനോ അതുപോലെ തന്നെ സഹായിക്കാനോ വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്ന നിലയ്ക്കൊരു തീരുമാനമെടുക്കുകയും ഇത് നിയമം അതിശക്തമായ രീതിയിൽ കടുത്ത ഭാഷയിൽ തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് തീരുമാനങ്ങൾ മറിച്ചുള്ളൂ. നമുക്കറിയാം പണ്ട് പി സീതി ഹാജി MLA ആയിരുന്ന ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഒരുപക്ഷെ അറിയാമായിരിക്കും. സീതി ഹാജി MLA ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു കേസ് പിൻവലിക്കുന്നത് സംബന്ധിച്ച് അവിടുത്തെ അസിസ്റ്റന്റ് സെഷൻസ് കോടതിയിൽ ഒരു ഹർജി കൊടുക്കുകയുണ്ടായി. ഗവൺമെൻറ് തീരുമാനമെടുത്തു. കാരണം സീതി ഹാജി അംഗത്വമുള്ള ഒരു മന്ത്രിസഭയായിരുന്നു, അംഗത്വമുള്ള ഗവൺമെൻറ് ആയിരുന്നു അന്ന് ഭരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പിൻവലിക്കാനായിട്ടുള്ള അനുമതി കൊടുത്തു. പബ്ലിക് പ്രോസിക്യൂട്ടറും മറ്റും ഇതൊക്കെ കോടതി ആ അനുമതി നിഷേധിച്ചു കഴിഞ്ഞു. ആ നിഷേധിച്ച അനുമതിക്കെതിരെ ശ്രീ സീതി ഹാജി ഹൈക്കോടതിയിൽ വന്നു. ഹൈക്കോടതിയിലും വളരെ വളരെ ഗൗരവമേറിയ ഒരു നിലപാടാണ് ഹൈക്കോടതി എടുത്തത്. വിചാരണ നടത്തി പൂർത്തിയാക്കണം എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ വന്ന വിധി. ഇത്തരം കേസുകളിൽ തീർച്ചയായിട്ടും കാർക്കശ്യമായിട്ടുള്ള ഇടപെടൽ കോടതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് തന്നെയാണ് എന്നെ എൻ്റെ അഭിപ്രായം. അതിലെ വസ്തുതകൾ ഡൊമിനിക് പ്രസന്റേഷൻ, താങ്കൾ മുൻപ് സൂചിപ്പിച്ചു ഏത് സാഹചര്യത്തിലാണ് സർക്കാർ ഈ തീരുമാനമെടുത്തത് എന്ന് അറിയില്ല എന്ന്. ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ തീരുമാനം ഉണ്ടാകുന്നത്. താങ്കൾക്ക് ഓർമ്മയുണ്ടാകും, ഒരു ഘട്ടത്തിൽ NSSഉം രമേശ് ചെന്നിത്തലയും പിന്നീട് ആഭ്യന്തരമന്ത്രിയായ അന്നത്തെ KPC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുമായുള്ള ചില ഉരസലുകൾ, അതേ തുടർന്ന് ഉമ്മൻചാണ്ടിയും NSS നേതൃത്വവും ഉണ്ടായ അടുപ്പം. താങ്കൾക്കറിയാം MG കോളേജ് NSS മാനേജ്മെന്റിന് കീഴിലുള്ളതാണ്. ഇതിൽ നിന്ന് വ്യക്തമാണ് ആ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്നുള്ളത്. എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ പറയുന്നത്. അവിടെ NSS കോളേജിൻ്റെ നിങ്ങൾ തന്നെ പറയുന്നു, NSS കോളേജിൻ്റെ പ്രിൻസിപ്പൽ തന്നെ പോലീസിനെ അറിയിച്ചു. അവിടെ ABVPയുടെ ആയുധ നിർമ്മാണമാണെന്ന് അദ്ദേഹം തന്നെ കൊടുത്തെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ ആ മാനേജ്മെൻറ്റ് തന്നെ വെക്കുന്ന ആളല്ലേ മറ്റേ പ്രിൻസിപ്പൽ? നിങ്ങൾ അങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്താൽ ശരിയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കേരളത്തിൽ ഒത്തിരിയേറെ കേസുകൾ പിൻവലിച്ചിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് ശിവൻകുട്ടിക്ക് അറിയാമല്ലോ, എത്രയോ കേസ് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കേസുകളും ഇതും ഒരുപോലെ എന്താ എൻ്റെ വിശ്വാസം. പിന്നെ ഈ ഒരു കേസ് മാത്രം എടുത്ത് എന്തോ ABVP അല്ലെ BJP ആയി കോൺഗ്രസ് എന്തോ അവിഹിതമായി ബന്ധമുണ്ടാക്കാൻ പോകുന്ന തരത്തിൽ ചർച്ച പോകുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞല്ലോ ഏത് സാഹചര്യത്തിലാണ് പിന്നെ മാത്രമല്ല ഇത് കോടതി അംഗീകരിക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. ഞാനെൻ്റെ വിധി കണ്ട് ശങ്കുട്ടിയാണ് പറഞ്ഞത്, സെഷൻ കോടതി തന്നെ ഈ കേസ് അംഗീകരിച്ചു, അത് വിഡ്രോ ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ആ കോടതിക്കും ബോധ്യപ്പെട്ട് കാണില്ലേ? കോടതിയുടെ പ്രശ്നമല്ല ഡൊമിനിക് പ്രസന്റേഷൻ. സർക്കാർ രാഷ്ട്രീയമായ ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ മന്ത്രിസഭയിലെ അംഗങ്ങളെങ്കിലും അത് ബോധിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കുണ്ട്. ഇന്ന് 2 സഹമന്ത്രിമാർ, മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റിലുള്ള 2 മന്ത്രിമാർ പറഞ്ഞതിൽ അതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധേയമാണ്. നിങ്ങൾ അന്വേഷിച്ചു പോകൂ. മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറയുകയാണ് എങ്ങനെയാണ് ഈ തീരുമാനമുണ്ടായതെന്ന് അന്വേഷിച്ചു പോകൂ എന്ന്. അങ്ങനെ അന്വേഷിച്ചു പോയപ്പോഴാണ് ഇതറിഞ്ഞത് മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ഒരു വകുപ്പിൽ നിന്നാണ് ഈ തീരുമാനമുണ്ടായതെന്ന്. മുഖ്യമന്ത്രിയാണ് ക്യാബിനറ്റ് തലവൻ. അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ തീരുമാനിക്കുന്ന അധികാരമുണ്ട്. ഒരു സംശയം എന്താ കാര്യത്തിലുള്ളത്? അദ്ദേഹം ഓൺ ചെയ്തോളൂ. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കൂ, അദ്ദേഹം ഓൺ ചെയ്യും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എടുക്കുന്ന ഓരോ തീരുമാനവും ഓൺ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഏത് സാഹചര്യത്തിലാണ് വിഡ്രോ ചെയ്യുന്നുള്ള അദ്ദേഹം തന്നെ പറയേണ്ട കാര്യമാണ്. 27/12/2012 സംസ്ഥാന ഗവൺമെന്റ് ഇറക്കിയ ഉത്തരവ് അന്നത്തെ അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടർ വേണി കെ മാഡം ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ വേറെ ഇത് അവതരിപ്പിക്കുകയും ഗവൺമെൻറ് ഇങ്ങനെ ആഗ്രഹിക്കുന്നു എന്നുള്ള ഗവൺമെൻറ് ആഗ്രഹം പ്രകടിപ്പിച്ച അവസരത്തിൽ ബഹുമാനപ്പെട്ട ജഡ്ജി മറ്റൊരു കമൻറ്റും നടത്താതെ ആ ജഡ്ജിമെൻ്റാണ് എൻ്റെ ഇരിക്കുന്നത് 18 ഒക്ടോബർ മാസം 18 തീയതി 2013 ഇത് പിൻവലിച്ചു. ഇതിൽ ഏറ്റവും വലിയ രസകരമായിട്ട് 9-ാം തീയതി കത്ത് കൊടുക്കുന്നു. 9-ാം മാസത്തിൽ കത്ത് കൊടുക്കുന്നു 5/9/2012. 11-ാം മാസത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള മനോജ് എബ്രഹാം വളരെ സ്ട്രോങ് ആയി ഒരു കാരണവശാലും ഇത് പിൻവലിക്കാൻ പാടില്ല. നേരത്തെ അഡ്വക്കേറ്റ് ഉദയഭാനു സാറ് പറഞ്ഞതുപോലെയുള്ള ഇനി CRPCയിലുള്ള മുഴുവൻ വകുപ്പുകളും ചേർത്ത് എടുത്തിട്ടുള്ള കേസാണ്, ഇത് പിൻവലിക്കാൻ പാടില്ല എന്ന് പറയുന്നു. 12-ാം മാസത്തിൽ അത് പിൻവലിക്കുന്നു. അതായത് 3 മാസക്കാലം കൊണ്ട് ഈ 32 പ്രതികളുള്ള
IPC 307, 147, 143, 148, 149, പിന്നെ 27, 1 and 2, അതുപോലെ എക്സ്പ്ലോസീവ് ആക്ട്, ആംസ് ആക്ട്, പൊതുമുതൽ നശിപ്പിക്കൽ ആക്ട്, ഇത് തുടങ്ങിയ ആക്ട് ഒരു 8 മാസക്കാലം ഒരു സർക്കിൾ ഇൻസ്പെക്ടർ പിന്നെ ബോംബ് എറിവുകൊണ്ട് പ്രശ്നമായി കിടന്ന്, പ്രത്യേകിച്ച് MG കോളേജ് ഡൊമിനിക് പ്രസന്റേഷന് കുറച്ചുകൂടെ അവിടെ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. അവിടുത്തെ പ്രിൻസിപ്പാൾ ഒരു വർഷക്കാലം പ്രിൻസിപ്പാളിന്റെ വീട്ടിലും ഓഫീസിലും പോലീസ് പിന്നെ കാവലുണ്ടായിരുന്നു. അത്ര ക്രിമിനൽസ് ആയിരുന്നു RSSന്റെയും ABPയുടെയും പ്രവർത്തകർ. ഊണും ഉറക്കവും തീറ്റയും അതുപോലെ ബോംബ് നിർമ്മാണവും ഒക്കെ ആയിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു കാരണവശാലും ഈ കേസ് പിൻവലിക്കാൻ പാടില്ല. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നു, അത് അന്വേഷിക്കാൻ വേണ്ടി പറയുന്നു. രമേശ് ചെന്നിത്തല പറയുന്നു എന്റെ കാലഘട്ടത്തിലല്ല എന്ന് പറഞ്ഞു. ഇത് രണ്ടും ശരി തന്നെയാണ്. മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന അത് പിന്നെ ഹോം ഡിപ്പാർട്ട്മെന്റിലുള്ള ഉത്തരവാണ് ഇത് ഇറങ്ങിയിരിക്കുന്നത്. ആ ഉത്തരവാണ് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ വേണി കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് സ്വയം തന്നെ ഈ കാര്യം കേസ് എടുത്ത് ഈ കാര്യം പിന്നെ പരിശോധനയ്ക്ക് വിധേയമായി എന്താണ് ഇത് ഇവിടെ സംഭവിച്ചത്. ശിവൻകുട്ടി, ഒരു രാഷ്ട്രീയ തീരുമാനത്തിലൂടെ ചില കേസുകൾ പിൻവലിപ്പിക്കുമ്പോൾ സർക്കാരുകൾ പുലർത്തേണ്ട രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ചാണ് ഈ ചർച്ചയിൽ അതിഥികൾ സൂചിപ്പിച്ചത്. വളരെയധികം നന്ദി. വി ശിവൻകുട്ടി, ഡൊമിനിക് പ്രസന്റേഷൻ MLA മാർ, VV രാജേഷ്, അഡ്വക്കേറ്റ് ഉദയഭാനു, ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. സ്പെഷ്യൽ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.